يا رسول الله يا رسول الله. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فأوصيكم وإياي بتقوى الله. പരിശുദ്ധരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുക എന്ന ഏറ്റവും പ്രതിഫലാർഹമായ ആ പുണ്യ അമലിനെ കുറിച്ച് ഒരല്പം മാത്രം. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബ് 56-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഒരു അമലിനെ കുറിച്ചും കൗലിനെ കുറിച്ചും ഇങ്ങനെ അല്ലാഹു തആല പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത വിധം അള്ളാഹു ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ മേൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അള്ളാഹുവിന്റെ മലായികത്തുകളും ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും സ്വലാത്തും സലാമും ചെല്ലൂ എന്നാ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇമാമുന റാസി തഫ്സീറുൽ കബീർ 25-ാം വാള്യം 182-ാമത്തെ പേജിൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാഹു തആല ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞത് നബിക്കതിലേക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അള്ളാന്റെ സ്വലാത്ത് ഉണ്ടായിരിക്കെ എന്തിനാണ് ഈ സൃഷ്ടികളുടെ സ്വലാത്ത്? പിന്നെയോ ബൽ അമറല്ലാഹു ശഫഖത്തൻ അലൈനാ. ബഹുമാനപ്പെട്ട മുത്തനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചത് അള്ളാഹുവിന് നമ്മോടുള്ള സ്നേഹം മാത്രമാണ്. സ്നേഹം കൊണ്ടാ പറഞ്ഞതിൽ യുഹീബന, നമുക്ക് അല്ലാഹു തആല അതിന്റെ പേരിൽ വലിയ പ്രതിഫലങ്ങളും നേട്ടങ്ങളും തരാൻ വേണ്ടി. അപ്പൊ നാം സ്വലാത്ത് ചെല്ലുന്നത് നമുക്കതിന്റെ നേട്ടങ്ങളും ഗുണങ്ങളും ലഭിക്കുക എന്ന ഉദ്ദേശപ്രകാരം തന്നെയാണ്. ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങൾക്ക് അതിന്റെ ദർജകൾ ഉയരാൻ സ്വലാത്ത് കാരണമാണ് എന്ന് ബഹുമാനപ്പെട്ട ഫത്താവൽ ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അത് പഠിപ്പിക്കേണ്ട മക്കാമിലെ പറയാവൂ. നമ്മുടെ യഥാർത്ഥ ഉദ്ദേശം നമുക്ക് കൂലി കിട്ടല. ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമായ ഒരു കർമ്മമാകുന്നു സ്വലാത്തു ചൊല്ലൽ. അനേകം ഹദീസുകൾ കാണാം. ബഹുമാനപ്പെട്ട മുസ്നദ് അഹ്മദ് 8804-ാം നമ്പറായും, അബൂദാവൂദ് 2042-ാം നമ്പറായും, ബൈഹഖി 5393-ാം നമ്പറായും റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വല്ലു അലയ്യ ഫഇന്ന സ്വലാതകും തബ്ലൂനി ഹൈതുമാ കുൻതും. ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയവരും വലിയവരും എവിടെയായിരിക്കട്ടെ, നിങ്ങൾ എവിടെയായാലും എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അതൊക്കെ എനിക്ക് കാണിക്കപ്പെടും എന്ന് ഹദീസിലുണ്ട്. എവിടെ വെച്ച് നാം സ്വലാത്ത് ഇല്ലാലും അത് ബഹുമാനപ്പെട്ട മുത്തുനബിയിലേക്ക് അല്ലാഹു ഏൽപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം മൻ സറഹു അൻ യൽഖല്ലാഹ വഹുവ അൻഹു റാദിൻ. മരണപ്പെട്ടു പോകുമ്പോൾ പടച്ച തമ്പുരാന്റെ തൃപ്തി ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയുക്തിർ അലയ്യ മിന സ്വലാത്ത് നല്ലോണം വർദ്ധിപ്പിക്കട്ടെ. അദ്ദുറുൽ മൻദൂദ് എന്ന ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ പറയുന്നു അലാമത്തു അഹ്ലി സുന്ന കത്റത്തു സ്വലാത്ത് അലൈഹി. യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വാസികളുടെ അടയാളം തന്നെ മുത്തുനബിയുടെ മേലുള്ള സ്വലാത്ത് നല്ലോണം വർദ്ധിപ്പിക്കലാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇന്ന സ്വലാത്തക്കും മഅറൂലത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്ത് എന്റെ മേൽ അങ്ങനെ തന്നെ കാണിക്കപ്പെടും എന്ന് ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു 4008-ാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ മൻ സ്വല്ല അലയ്യ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 റഹ്മത്ത് അല്ലാഹു തആല അവന് ചെയ്യും. 10 ചൊല്ലിയാലോ 100, 100 ചൊല്ലിയാലോ 1000 റഹ്മത്ത് അല്ലാഹു തആല 100 സ്വലാത്ത് ചൊല്ലിയവന്റെ മേൽ കൊടുക്കും. മാത്രമല്ല വഅസ്കനഹുല്ലാഹ്, അല്ലാഹു തആല അവനെ താമസിപ്പിക്കും. വലിയ പ്രതിഫലം അല്ലാഹു തആല വാഗ്ദാനം ഖുർആനിലൂടെ ചെയ്ത മഹാന്മാരായ ശുഹദാക്കളോടൊപ്പം അല്ലാഹു തആല 100 സ്വലാത്ത് ചൊല്ലിയവരെ താമസിപ്പിക്കും എന്ന് ഹദീസിൽ കാണാം. എത്ര പോരിശകളാണ്. മാത്രമല്ല മജ്മുഉ സവായിദ് 15-ാം വാല്യം 160-ാമത്തെ പേജിൽ കാണാം. ജാമിഉ സഗീർ 57-ാം നമ്പർ, ഇമാം അഹ്മദ് 2-ാം വാല്യം 172-ാം നമ്പർ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസ്. ഒരാൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി വമലായികതുഹു, അല്ലാഹും അവന്റെ മാലാക്കമാരും അവന്റെ മേൽ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കും. 70 സ്വലാത്ത്, 70 സ്വലാത്ത്. ഫൽയുക്സിർ ഔ ലിയുഖില്ല,
ഈ പോരിശയൊക്കെ അറിഞ്ഞിട്ട് ഒരു മനുഷ്യൻ സ്വലാത്ത് കുറക്കട്ടെ കൂട്ടട്ടെ, കൂട്ടിയാൽ അതിന്റെ നേട്ടം അവന് തന്നെയാണ്. എത്ര സ്വഹീഹ ഹദീസ്, അനേകം ഹദീസുകൾ കാണാം. സ്വലാത്തു അലൈഹി ഫിൽ ഫഖറ, സ്വലാത്ത് കാരണം ദാരിദ്ര്യം നീങ്ങിപ്പോകും എന്ന് സ്വലാത്തിലുണ്ട്. സ്വഹീഹ ഹദീസാണ്, ദാരിദ്ര്യം നീങ്ങാൻ സ്വലാത്ത് കാരണമാണ്. മറ്റൊരു ഹദീസിൽ കാണാം മന്നാ സൂറത്ത് അലൈഹിൽ ഹാജ, ഒരാൾക്ക് ഉദ്ദേശം സഫലമാകാതെ വിഷമിക്കുന്നുണ്ടോ ഫൽയുക്സിർ അലൈഹി മിനസ് സ്വലാ, സ്വലാത്ത് നല്ലോണം വർദ്ധിപ്പിക്കട്ടെ. ലിഅന്നഹാ തക്ശിഫുൽ ഹുമൂം, ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളെ സമ്മാനിക്കുന്ന വിഷമങ്ങളും വ്യാധികളും അവനെ തൊട്ട് അകലാൻ സ്വലാത്ത് കാരണമാണ്. വൽഹുമൂം, എപ്പോഴും ക്ഷീണമാണ്, മയക്കമാണ്, വിഷമങ്ങളാണ്. അത്തരം ഗമ്മുകൾ, പ്രയാസങ്ങൾ, മനക്ലേശങ്ങൾ നീങ്ങാൻ സ്വലാത്ത് കാരണമാണ്. വൽഖുറൂബ്, സാമ്പത്തികമായോ കുടുംബപരമായോ ശാരീരികമായോ പല വിഷമതകളെയും നീക്കാൻ സ്വലാത്ത് കാരണമാണ്. റിസ്കുകൾ വിശാലമാകുവാനും ജോലിയിലും കച്ചവടങ്ങളിലും കൃഷികളിലും ബറക്കത്തുണ്ടാകുവാനും സ്വലാത്തുകൾ കാരണമാണ്. അപ്പം മറ്റൊരു ഹദീസിൽ കാണൽ കുല്ലി ഷൈഇൻ ത്വഹാറ, ഏതൊരു വസ്തുവിനെയും ഇടക്കിടക്കൊന്ന് ശുദ്ധീകരിക്കണം. വത്വഹാറത്തു ഖുലൂബിൽ മുഅ്മിനീന സ്വലാ, ഹൃദയ ശുദ്ധീകരണത്തിനുള്ള ഏറ്റവും നല്ല വഴിയാണ് സ്വലാത്ത്. ഇന്ന ഔലന്നാസി ബിയൗമൽ ഖിയാമ അഖറും അലൈഹി സ്വലാ, ഖിയാമത്ത് നാളിൽ ഞാനുമായി ഏറ്റവും ബന്ധമുണ്ടായിരിക്കുക, എന്റെ സഹായം ഏറ്റവും ലഭിക്കുന്നത് അഖറും അലൈഹി സ്വലാ, എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചവർക്കാണ്. ഇതുപോലെ അനേകം അനേകം സ്വലാത്തിന്റെ സവിശേഷമായ ദുന്യവിയായും ഉഖ്റവിയായും നേട്ടങ്ങൾ പറയുന്ന അനേകം ഹദീസുകൾ കാണാം. 300 ചില്ലാനം ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ട സ്വലാത്തിനെ കുറിച്ച് പറയാൻ മാത്രം ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. സാക്ഷാൽ നിസ്കാരത്തെ കുറിച്ചോ സക്കാത്തിനെ കുറിച്ചോ ഹജ്ജ് ഉംറകളെ കുറിച്ചോ പറയാൻ ഇത്ര കിതാബ് രചിക്കപ്പെട്ടിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് സലാമിന്റെ പുണ്യങ്ങളെ പറയാൻ 100 കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഏത് സ്വലാത്തുമാകാം. ബഹുമാനപ്പെട്ട ഷെർവാനി 1-ാം വാള്യം 482-ലും അലി ഷബ്റാം അലിസി 2-ാം വാള്യം 331-ലും ലാ തതഅയ്യനു സ്വയഹു സ്വലാ, ബഹുമാനപ്പെട്ട മുത്തനബിയുടെ മേൽ ചെല്ലുന്ന സ്വലാത്ത് ഇന്ന പദം എന്നൊന്നുമില്ല, ഏത് പദം കൊണ്ടുമാകാം. സ്വലാത്തുൽ മുൻജിയ, സ്വലാത്തുൽ ദവാ, സ്വലാത്ത് കമാലിയ, സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൽ നാരിയ, അതായത് സ്വലാത്തു തഫ്രീജിയ, സ്വലാത്തുൽ മഅയ്യ, ആളമു സ്വലാത്ത്, ദലായിലുൽ ഖൈറാത്ത്, താജു സ്വലാത്ത്, സ്വലാത്തു ഷിഫാ, ഏത് വിധം സ്വലാത്തുമാകാം. ഗദ്യമായും സ്വലാത്താകാം, പദ്യമായുമാകാം. കഅബ് ഇബ്നു സുഹൈർ തങ്ങള് ഫഅതു സ്വലാത്തും വതസ്ലീമു വതബ്ജീലു അല റസൂലി വതശരീഫു വതഫ്ളീലു, ബൈത്തിലൂടെയാണല്ലോ സ്വലാത്ത് ചൊല്ലിയത്. അതുമാകാം, ഏത് സ്വലാത്തുമാകാം. പ്രധാനപ്പെട്ടും 38 സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ പ്രത്യേകം സ്വലാത്ത് സുന്നത്താണ് എന്ന് ഷർവാനിയിൽ കാണാം. ഏതൊരു വ്യക്തിയും സ്വലാത്ത് വർദ്ധിപ്പിക്കുക ചുരുങ്ങിയത് 300 പ്രാവശ്യമെങ്കിലും വേണം എന്നാണ് ഇമാമുകൾ രേഖപ്പെടുത്തുന്നത്. വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒരു 300 സ്വലാത്തെങ്കിലും ചൊല്ലണം എന്ന് കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം, ഇങ്ങനെ ചൊല്ലിയാലും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊല്ലിയാലും ഒക്കെ മതി. ഇത് 2 സ്വലാത്തായി കൂട്ടും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് 1, സ്വല്ലല്ലാഹു അലൈഹി 2 സ്വലാത്തായി കൂട്ടും. അലൈഹി എന്ന് ലമീർ കൊണ്ട് സ്വലാത്ത് ചൊല്ലിയാലും മതി. ഫതുഹുൽ മുഈന്റെ ഷറഹ് 1-ാം വാള്യത്തിൽ സ്വല്ലല്ലാഹു അലൈഹി എന്ന ലമീറിലാണ് ഫതുഹുൽ മുഈൻ എന്ന ഷറഹിൽ സ്വലാത്ത് ചൊല്ലിയത്. ഖുറത്തുൽ ഐൻ എന്ന മത്നിൽ മുഹമ്മദ് എന്ന നാമം വ്യക്തമായി പറഞ്ഞിട്ട് തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രണ്ടും പറ്റും. നേരെ മറിച്ച് വെള്ളിയാഴ്ച ഖുതുബയിൽ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി എന്ന് പറഞ്ഞാലോ സ്വല്ലല്ലാഹു അലൈഹി എന്ന് പറഞ്ഞാലോ ലമീർ കൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ മതിയാകയില്ല എന്നും ബഹുമാനപ്പെട്ട മുത്തനബിയുടെ പേര് വ്യക്തമാക്കി തന്നെ പറയണം എന്നും ഫതുഹുൽ മുഈൻ 139-ാമത്തെ പേജിലുണ്ട്. അത് ഖുതുബക്ക് മാത്രമുള്ള പ്രാധാന്യമാണ്. ഏതായാലും വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാവും എന്നല്ല, എന്നെന്നും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നത് വലിയ പുണ്യമാണ്. സ്വർഗത്തിൽ തന്നെ യൗമുൽ മസീദ് എന്നൊരു ദിവസമുണ്ട്, അത് വെള്ളിയാഴ്ചയാണ്. സ്വലാത്ത് ചൊല്ലിയവർക്ക് വല്ലാത്ത പുണ്യം. അതുകൊണ്ടാണ് ഇമാമന ഷാദുലി റളിയല്ലാഹു തആല അൻഹു നിത്യവും 10,000 സ്വലാത്ത് പതിവാക്കിയിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്.
അവരുടെ ശിഷ്യരാണ് ബഹുമാനപ്പെട്ട ഇമാം മുർസി റളിയല്ലാഹു തആല 70,000 സ്വലാത്ത് നിത്യവും ചൊല്ലിയിരുന്നു എന്ന് ഹദീസിൽ എന്ന് ചരിത്രത്തിൽ കാണാം. ഏതായാലും വലിയ പുണ്യമുള്ളതാണ് സ്വലാത്ത്. ഹദീസുകളിൽ തന്നെ 42ഓളം ഫായിദകൾ, നേട്ടങ്ങൾ സ്വലാത്തിനുണ്ട് എന്ന് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുക എന്നുള്ളത് വലിയ നേട്ടമാണ്. ഇമാം അഹ്മദ് തങ്ങൾ 4-ാം വാള്യം 29 ഉദ്ധരിക്കുന്നുണ്ട്. ദറജകൾ റഫഅല്ലാഹു ലഹു 10 ദറജാത്തിൻ, ഒരു സ്വലാത്ത് കൊണ്ട് 10 ദറജ ആൾക്ക് ഉയർത്തും എന്ന് ബഹുമാനപ്പെട്ട ജാമിഉ സഗീർ 57-ാം നമ്പർ ഹദീസിലുണ്ട്. ദോഷങ്ങൾ പുറത്തു തരുക, 10 ദോഷം ഒരു സ്വലാത്ത് കൊണ്ട് അള്ളാഹു തആല പുറത്തു കൊടുക്കുമെന്ന് നസായി 3-ാം വാള്യം 50-ാമത്തെ പേജിലുണ്ട്. കതബല്ലാഹു ലഹു 10 ഹസനാത്തിൻ, 10 നന്മകൾ അള്ളാഹു തആല അവന് എഴുതും എന്ന ഹദീസ് ഇമാം സുയൂത്തി തങ്ങൾ ജാമിഉ സഗീർ 57-ാം നമ്പർ ഉദ്ധരിക്കുന്നുണ്ട്. ആഖിറത്തിൽ ശഫാഅത്ത് സ്വീകരിക്കുക, ശഫാഅത്ത് കിട്ടുക എന്നുള്ളത് സ്വലാത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ്. വിഷമങ്ങൾ നീങ്ങുക, മഗ്ഫിറത്ത് ലഭിക്കുക, ഇത് വലിയ നേട്ടങ്ങളാണെന്ന് ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു 2457-ാം നമ്പറായി ഉദ്ധരിക്കുന്നുണ്ട്. അന്റെ ദോഷം അല്ലാഹു അതുകൊണ്ട് പുറത്തു തരും എന്ന് മുസ്തദറക്കിൽ ഹാക്കിം 2-ാം വാള്യം 421 ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹദീസിന്റെ നേട്ടങ്ങളാണ് ഈ ചെല്ലിയവന്റെയും വാപ്പാന്റെയും പേര് നബി തങ്ങളിലേക്ക് നേരിട്ട് കാണിക്കുക എന്നുള്ളത്. അത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ജാമിഉ സഗീർ 1218-ാമത്തെ നമ്പറിലുണ്ട്. അവിടെ എങ്ങനെയുള്ളത്? ഫഇന്നലില്ലാഹി, അല്ലാഹു തആലക്കുണ്ട് ഒരു മലക്കുണ്ട്, ഇന്ദ ഖബരി, എന്റെ ഖബറിന്റെ അരികിൽ. അല്ലാഹു തആല ഒരു മലക്കിനെ ബഹുമാനപ്പെട്ട മുത്തനബിയുടെ ഖബറിന്റെ അരികിൽ നിർത്തിയിട്ടുണ്ട്, പ്രത്യേകം ഒരു മലക്ക്. ഫഇദാ സ്വല്ലാ അലയ്യ റജുലുൻ മിൻ ഉമ്മത്തി, ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിൽ നിന്ന് എന്റെ മേൽ ഒരാൾ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ഖാലി ദാലിക്കൽ മലക്കു, ആ മലക്കനോട് പറയും, യാ മുഹമ്മദ് നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫുലാന ഇബ്ന ഫുലാൻ, ആദിക്കുട്ടി മുസ്ലിയാരുടെ മകൻ മുഹമ്മദ് ബാഖവി സ്വല്ലല്ലാഹു അലൈക സഅ, ഇപ്പം ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ആ ആളെ പേരും അയാളുടെ ബാപ്പാന്റെ പേരും പറയും. സ്വഹീഹ ഹദീസാണ്. ജാമിഉ സഗീർ 1218-ാം നമ്പറായി അൽ ഇമാം സുയൂത്തി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ്. അതുപോലെ തന്നെ സ്വലാത്തിന്റെ നേട്ടമാണ് ഇജാബത്തു ദുആ. സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ട്. ദലീലുൽ ജന്നാത്ത്, സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു വഴിയാണ്. ഇമാം ഇബ്നു അബ്ബാസ്, ബഹുമാനപ്പെട്ട സ്വഹാബി വര്യർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്ന ഹദീസിൽ മൻ നസിയ സ്വലാത്ത നസിയ ത്വരീഖൽ ജന്ന, സ്വലാത്ത് ഒരാൾ മറന്നോ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി മറന്നു. ജാമിഉ സഗീർ 908-ാം നമ്പർ ഹദീസ്. ആവശ്യങ്ങൾ നിറവേറാൻ കാരണമാണെന്ന് ഹദീസിൽ കാണാം. അന്ത്യദിനത്തിൽ ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങളുമായി അടുപ്പമുണ്ടാകാൻ സ്വലാത്ത് കാരണമാണ്. മാത്രമല്ല പ്രയാസമുള്ളവന്, സാമ്പത്തിക പ്രയാസമുള്ളവന് സ്വതക്കയുടെ സ്ഥാനത്തിലാണ് സ്വലാത്ത് എന്ന് ഹദീസിൽ കാണാം. പരലോകത്ത് രക്ഷപ്പെടാൻ കാരണമാണ്. വസബബുൻ, മാത്രമല്ല ലിതദക്കുരിൽ ബിമാ നസിയഹു, വല്ലതും മറന്നുപോയാൽ ഉടനെ സ്വലാത്ത് ചൊല്ലിയാൽ മറന്ന കാര്യം ഓർമ്മ വരാൻ സ്വലാത്ത് കാരണമാണ്. മാത്രമല്ല സബബുൽ ത്വീബിൽ മജ്ലിസി, നാം ഒരു മജ്ലിസിൽ, ഒരു വേദിയിൽ കുറെ സംസാരിച്ച് എണീറ്റ് പോകുമ്പം സ്വലാത്ത് ചൊല്ലിയാൽ ആ മജ്ലിസിലുണ്ടായ തെറ്റുകുറ്റങ്ങളെ പൊറുക്കാനും നന്നാകാനും കാരണമാണ്. വസബബുൽ നഫിയൽ ഫഖർ, ദാരിദ്ര്യം നീങ്ങാൻ കാരണമാണ്. വസബബുൽ ബറകത്തി ഫീ ദാതി വഅമലിഹി വഉബ്രി, ആയുസ്സിലും ജോലിയിലും ശരീരത്തിലും ബറക്കത്ത് കിട്ടാൻ സ്വലാത്ത് കാരണമാണ്. മാത്രമല്ല സബബുൽ ദവാമി മഹബ്ബത്തിർ റസൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത്, അവരോടുള്ള മഹബത്ത് വർദ്ധിക്കാൻ കാരണമാണ്. നേരെ മറിച്ചും വസബബുൽ മഹബ്ബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലി, സ്വലാത്ത് ചെല്ലുന്നവനോട് നബി തങ്ങൾക്ക് മഹബത്ത് ഉണ്ടാകാനും സ്വലാത്ത് കാരണമാണ്. വസബബുൽ ഹയാത്തി ഖൽബിൽ മുഅ്മിൻ, വിശ്വാസിയുടെ ഹൃദയത്തിന് ജീവൻ വെക്കാൻ സ്വലാത്ത് കാരണമാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സബബുൻ ലിതുബൂത്തിൽ അഖ്ദാമി അല സിറാത്ത്, സിറാത്ത് പാലത്തിന്റെ മേൽ നമ്മുടെ കാലുകൾ ഉറച്ചു നിൽക്കാൻ ഇത് കാരണമാണ്. ഇതൊക്കെ എണ്ണി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നളറത്തുൻ നഈം എന്ന ഗ്രന്ഥം വാള്യം 1 250-ാം പേജിലും മറ്റും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല മുത്തനബിന്റെ മേൽ പ്രത്യേകം സ്വലാത്ത് ചൊല്ലാറുള്ളത് കൊണ്ട് ഷാഫി ഇമാമിന് നാളെ പരലോകത്ത് ഹിസാബില്ല എന്ന് പല ഇമാമുകളാലും സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട ഷർവാനി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്.
ഇതിന്റെയൊക്കെ പുറമെ ആത്മീയ വിശുദ്ധിക്ക് ഏതൊരാൾക്കും നല്ല ഒരു മുറബിയായ ഷെയ്ഖ് ഉണ്ടാകൽ വളരെ നല്ലതാണ്. അത് സത്യമാണ്. നല്ല ഒരു ഷെയ്ഖും നല്ല ഒരു തെരീക്കത്തും ഉണ്ടായാൽ വളരെ നല്ലതാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷെ കള്ള തെരീക്കത്തുകളും കള്ള ഷെയ്ഖന്മാരും കൊടികുത്തി വാഴുന്നത് കൊണ്ട് തെറ്റിദ്ധാരണ കാരണം അതിലൊക്കെ പെട്ടുപോകാനും ആഖിറം തന്നെ പരാജയപ്പെടാനും ചിലപ്പോൾ കാരണമായേക്കും. അതുകൊണ്ടാണ് സൂക്ഷിക്കണം 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 എന്ന് ഉലമാക്കൾ പറയുന്നത്. നല്ല തെരീക്കത്തായാലും ഒക്കെ, അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. നല്ല ഒരു ഷെയ്ഖിന്റെ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട സ്വലാത്ത് വർദ്ധിപ്പിക്കൽ നിൽക്കുമെന്ന് കിഫായത്തുൽ അത്ഖിയാഹ് എന്ന കിതാബിന്റെ 6-ാം വാള്യം 3-ാമത്തെ പേജിലുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് നല്ലോണം വർദ്ധിപ്പിക്കണം. കടം വീടാൻ സ്വലാത്ത് കാരണമാണ്. മുതൽ വർദ്ധിക്കാൻ സ്വലാത്ത് കാരണമാണ്. മനസമാധാനം ഉണ്ടാകാൻ സ്വലാത്ത് കാരണമാണ്. മരണനേരം ഈമാൻ സലാമത്താകാൻ സ്വലാത്ത് കാരണമാണ്. ഖബറിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ സ്വലാത്ത് കാരണമാണ്. അർശിന്റെ നിഴൽ കിട്ടാൻ സ്വലാത്ത് കാരണമാണ്. സിറാത്ത് പാലം വേഗത്തിൽ പോകാൻ സ്വലാത്ത് കാരണമാണ്. അതിന്റെയൊക്കെ പുറമെ വാസ്കനല്ലാഹുമായ ശുഹദാക്കളോടുകൂടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടാൻ അത് വലിയ കാരണമാണ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു പ്രസിദ്ധനായ ഒരു ഇമാമാണ്. മഹാനവറുകൾക്കുണ്ട് അത്ദിക്റ എന്ന പ്രസിദ്ധമായ ഒരു കിതാബ്. ആ കിതാബിൽ ഹസൻ ബസ്രി തങ്ങളോട് ഒരു പെണ്ണ് സങ്കടം പറഞ്ഞത് ഞാൻ ചുരുക്കി പറഞ്ഞു. ഒരു സംഭവം പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പള്ളിപ്പറമ്പിലൂടെ ആരോ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ആ പള്ളിപ്പറമ്പിലുള്ള മുഅ്മിനീങ്ങൾക്കൊക്കെ ഇതിന്റെ മിഥിൽ തവാബ് കിട്ടട്ടെ, അള്ളാഹു നീ കൊടുക്കണേ എന്ന് ദുആ ചെയ്ത് ആ സ്വലാത്തിന്റെ പുണ്യമായിട്ട് ദോഷങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും ഒരു സഹോദരിയെ, ഒരു ഖബറാളിയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി സ്വർഗത്തിലാക്കിയ സംഭവം ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു തന്റെ അത്ദിക്റ എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് നല്ലോണം വർദ്ധിപ്പിക്കണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇന്നലി കുല്ലി ഷൈഇൻ ത്വഹാറ, എല്ലാത്തിനും ഒരു ശുദ്ധീകരണമുണ്ട്. വത്വഹാറത്തുൽ ഖുലൂബി സ്വലാത്ത് നല്ലോണം വർദ്ധിപ്പിക്കണം എന്ന് കാണാം. എപ്പോഴൊക്കെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം? എപ്പോഴും ആകാം. അത്തഹിയാത്തിൽ സ്വലാത്ത് നിർബന്ധമാണ്. ഖുതുബയിൽ സ്വലാത്ത് നിർബന്ധമാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ റുക്കൂ ഇല്ല, സുജൂദില്ല, തഹിയാത്തില്ല, പക്ഷെ സ്വലാത്ത് നിർബന്ധമാണ്. 38ഓളം പ്രധാന സന്ദർഭങ്ങളിൽ സ്വലാത്ത് നിർബന്ധമാണെന്ന് ഷർവാനിയിൽ കാണാം. പള്ളിയിലേക്ക് കയറുമ്പം സ്വലാത്ത് സുന്നത്തുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വലാത്ത് സുന്നത്തുണ്ട്. ആളുകൾ കൂടുമ്പോൾ, ആളുകൾ പിരിയുമ്പോൾ, പകലിന്റെ തുടക്കത്തിൽ, പകലിന്റെ ഒടുക്കത്തിൽ, വെള്ളിയാഴ്ച പകലിൽ, വെള്ളിയാഴ്ച രാവിൽ, ഖുർആൻ ഖത്മ് തീർക്കുമ്പോൾ സ്വലാത്ത് സുന്നത്തുണ്ട്. മുത്തനബിയുടെ പേര് കേൾക്കുമ്പോൾ പ്രത്യേകം സ്വലാത്ത് സുന്നത്താണ്. അതുപോലെ തന്നെ ഖുനൂത്തിന്റെ അവസാനം പ്രത്യേകം സുന്നത്താണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ബഹുമാനപ്പെട്ട നൗറത്തുൻ നഈം വാള്യം 1 526-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ശുദ്ധി ഉണ്ടാകൽ സുന്നത്താണ്. കിഫായത്തുൽ അത്ഖിയാഹ് പേജ് 6 വരി 3 മുതൽ പറയുന്നുണ്ട്. വുളു ഉണ്ടാവലും ശുദ്ധി ഉണ്ടാവലും നല്ല വസ്ത്രം ധരിക്കലും ഏറ്റവും നല്ല അദബാണ്. ഖിബിലാക്ക് തിരിയൽ നല്ല അദബാണ്. ബഹുമാനപ്പെട്ട മുത്തനബിയോടുള്ള മഹത്വം മനസ്സിൽ കരുതി ഹുദൂറുൽ ഖൽബിനോടുകൂടെ ചെല്ലൽ അദബാണ്. അതിന്റെ പുറമെ അയ്യോത്യൽ ഹുറൂഫ് അക്ഷരങ്ങളെ ശ്രദ്ധിക്കണം. സ്വല്ലല്ലാഹു സ്വാദാണ്, വസല്ലം സീനാണ്. ഇതൊക്കെ അതിന്റെ അതേ സ്ഥലത്തിൽ നിന്ന് തന്നെ വരാൻ ശ്രദ്ധിക്കണം. കിഫായത്തുൽ അത്ഖിയാഹ് പേജ് 6 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ നാം പതിവാക്കുന്നവരാ. അടക്ക സുബ്ഹാനല്ലാഹ് ഹാവ് വരണം, അൽഹംദുലില്ലാഹ് ഹാവ് വരണം, അല്ലാഹ് ഹാവ് വരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഖഫിൽ വരേണ്ട ചെറിയ ഒരു ഖദറുണ്ട്, അതെങ്കിലും വരണം. അതില്ലാതെ അല്ലാ എന്ന് മാത്രം അലിഫിൽ വഖഫ് ചെയ്തു, ഹാഇന്റെ തീരെ ഒന്നും കൊണ്ടുവന്നില്ല, എന്നാൽ അത് മതിയാകൂല്ല എന്ന് സർവ്വ ഉലമാക്കളും പ്രത്യേകം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കാര്യങ്ങൾ ആ കാര്യം പ്രത്യേകം ഉണർത്താറുണ്ട്. ശ്രദ്ധിക്കണം. ഉളരി വേഗം സ്പീഡിൽ ചൊല്ലരുത്. വളരെ താഴ്മയോടുകൂടെ ബഹുമാനത്തോടുകൂടെ തന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഇതൊക്കെ ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ സ്വലാത്ത് അതിമഹത്തായ ഒരു പുണ്യകർമ്മമാണ്. ദീനിലും ദുനിയാവിലും പരലോകത്തും വലിയ ശ്രേഷ്ഠതകൾ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പുണ്യമലാണ്. അള്ളാഹു സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ചൊല്ലണം. ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് സ്വലാത്തുകൾ മരണത്തിന്റെ മുമ്പ് ചെല്ലാൻ നമ്മളൊക്കെ തയ്യാറാകണം. ഇന്ന് തുടങ്ങണം. സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹിം. അല്ലാഹു അലം ബിസ്സവാബ് മഅൽ വസിയ്യത്തി ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.